പഞ്ചായത്ത് സെക്രട്ടറി ഫോൺ ചെയ്ത് വിവരം അറിയിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇവിടെ ഒരു കരുതി എത്തി കിടക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറി അച്ഛനെ ഒന്ന് ചമ്മിക്കാൻ വേണ്ടി തിരിച്ചു പറഞ്ഞു, അച്ചു, ഈ മരിച്ചവരെയൊക്കെ മറവ് ചെയ്യേണ്ട ചുമതല പള്ളിയിലെ അച്ഛന്മാർക്കല്ലയോ, പിന്നെ ഞങ്ങളെ എന്തിനാണ് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? സാധാരണഗതിയിൽ ഒരു അച്ഛൻ ചമ്മേണ്ടതാണ്. പക്ഷെ നമ്മുടെ അച്ഛൻ ചമ്മയില്ല എന്ന് മാത്രമല്ല, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പഞ്ചായത്ത് സെക്രട്ടറിയോട് മറുപടി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം സാറേ, പക്ഷേ ശവം മറവ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ബന്ധുക്കളെ വിവരം ഒന്ന് അറിയിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ പള്ളിയിൽ അച്ഛന്മാര് മാത്രമല്ല, ഭാര്യമാര് മാത്രമല്ല, കൊച്ചുകുട്ടികളല്ല, അധ്യാപകരല്ല, സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു തമാശയുണ്ട്. ഞാൻ ഒരു തമാശ പറയുമ്പോൾ നിങ്ങളത് ആസ്വദിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ തെളിഞ്ഞ നർമ്മബോധം കൊണ്ടാണ്. എന്നെ പോലെയുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത് അതാണ്. ഞാനിവിടെ കളക്ടറായി വന്നപ്പോ ആദ്യമൊക്കെ ഞാൻ തമാശ പറഞ്ഞു, ആളുകൾക്ക് ഒരു ഞെട്ടലായിരുന്നു. കാരണം IAS കാരൻ തമാശ പറയുന്നത് ശരിയാണോ, പാട്ട് പാടുന്നത് ശരിയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എൻ്റെ മനസ്സിന്റെ വേവ് ലെങ്ത് മനസ്സിലാക്കി നിങ്ങൾ എന്നോടൊപ്പം വന്നതുകൊണ്ടാണ് എൻ്റെ ഒരു വർഷത്തെ ജീവിതം എന്ന് എനിക്ക് പിന്തിരിഞ്ഞു നോക്കിയാലും വളരെ സന്തോഷകരമായി തോന്നുന്നതിന്റെ കാരണം നിങ്ങളുടെയൊക്കെ അകന്നിറഞ്ഞ പ്രോത്സാഹനം ലഭിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ തമാശ എന്ന് പറയുന്നത് ഒരിക്കലും മോശപ്പെട്ട ഒന്നല്ല, അത് ദൈവം നമുക്ക് തന്ന ഒരു സിദ്ധി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി മറ്റൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും അധികം അംഗസംഖ്യയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ. എന്ന് പറഞ്ഞാല് എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനടക്കം 12 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയാളാണ് ഞാൻ. നമ്മുടെ വിദ്യാഭ്യാസ ഭാഷ കടമെടുത്തുകൊണ്ട് ഞാൻ അല്പം തമാശയോടെ പറയാറുണ്ട്, ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ +2 സന്താനമാണ്. അതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയാമോ? ദൈവാനുഗ്രഹം. ഞങ്ങൾ 12 മക്കളും നന്നായി പഠിക്കുന്നവരായിരുന്നു. എല്ലാവരും നന്നായി പഠിച്ചു, എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടി, എല്ലാവരും കല്യാണം കഴിച്ചു, എല്ലാവർക്കും മക്കളുണ്ടായി, കൊച്ചുമക്കളുണ്ടായി. ഇപ്പൊ കൊച്ചുമക്കൾക്ക് മക്കളുണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ? എന്റെ കുടുംബത്തിൽ ഒരു പൊതുചടങ്ങ് സംഘടിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ, അതായത് ഒരു കുടുംബാംഗത്തിന്റെ മോതിരം മാറ്റം അല്ലെങ്കിൽ ഒരു കുടുംബാംഗത്തിന്റെ വീടിന്റെ പാലുകാച്ചൊക്കെ സംഘടിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ പുറത്തുനിന്ന് ആരെയും വിളിക്കേണ്ട കാര്യമില്ല. ഒരു ഓഡിറ്റോറിയം നിറയാനുള്ള ആൾക്കാരെ അനായാസം സംഘടിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നുള്ള ആശയത്താൽ കൂടുതൽ ഞാൻ മനസ്സുകൊണ്ട് താലോലിക്കുന്നത് വലിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നുള്ള ആശയമാണ്. പക്ഷേ എന്റെ കുടുംബം ഞാൻ പറഞ്ഞ പോലെ അത്ര വലിയ വലിപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ 3 മക്കൾ അത്രയേ ഉള്ളൂ. ഇനി ഒരു രസം എന്താ അറിയാമോ? എൻ്റെ ഇതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം, നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും പുതിയ തലമുറയിൽ പുതിയ പുതിയ കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈയിടെ നാട്ടിൽ ചെന്നപ്പോ എൻ്റെ ബന്ധുക്കൾ ആരോ പറഞ്ഞു, നമ്മുടെ കുടുംബത്ത് ഒരു നല്ല പാട്ടുകാരൻ ജനിച്ചിരിക്കുകയാണ്, 4.5 വയസ്സ് പ്രായമുള്ളവന്, എൻ്റെ അനന്തരവന്റെ മകനാണ്, അവൻ ഭാവിയിൽ ഒരു യേശുദാസ് ആകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ ഭാവി യേശുദാസിനെ കാണാൻ ഒരു ആഗ്രഹം തോന്നി. ഞാൻ അവനെ അടുത്ത് വിളിച്ച് ചോദിച്ചു, മോൻ പാട്ട് പാടുമല്ലേ? ഞാൻ പാട്ട് പാടും. മോനൊരു പാട്ട് പാടുമോ? അവൻ പാടി. അവൻ പാട്ട് പാടി കേട്ട് കഴിഞ്ഞപ്പോൾ പാടില്ലാത്ത പാട്ടാണ് അവൻ പാടിയത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ പാടാൻ പാടില്ലാത്ത പാട്ട്? അവൻ പാടിയ പാട്ട് എന്താണെന്ന് അറിയാമോ? വയസ്സ് 4 ഉള്ളൂ. അവൻ പാടിയ പാട്ട്, ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കുന്നു. ഞാൻ ചോദിച്ചു, മോന് വേറെ പാട്ടൊന്നും അറിയില്ലേ? എനിക്ക് വേറെ പാട്ടറിയാം, പാടൂ. അവൻ പാടി അടുത്ത പാട്ടെന്താണെന്ന് അറിയാമോ? സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് 4-4.5 വയസ്സ് പ്രായമുള്ള കുട്ടികൾ പാട്ട് പാടാൻ പറയുമ്പോൾ ഇതുപോലെ ഉമ്മ തരുന്ന പാട്ടുകളൊക്കെ പാടുന്നത്? ഞാൻ ചോദിച്ചു, മോന് വേറെ പാട്ടൊന്നും അറിയില്ലേ? എനിക്ക് വേറെ പാട്ടറിയാം, പാടൂ. അവൻ പാടി അടുത്ത പാട്ട് എന്താണെന്ന് അറിയാമോ? ചരക്ക് വെച്ചിരിക്കെ ഇറക്കി വെച്ചിരിക്കെ. പിന്നെ ഞാൻ അവനോട് പാടാൻ പറഞ്ഞില്ല. കാരണം ഇനി ഞാൻ അവനോട് പാടാൻ പറഞ്ഞാൽ അവൻ വല്ല മോശപ്പെട്ട പാട്ടും പാടും. ഞാൻ വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചു, എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ കൊച്ചുകുട്ടികള് 4-4.5 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഇത്രയും മോശപ്പെട്ട പാട്ടുകൾ പാടുന്നതിന്റെ കാരണം വളരെ ലളിതമാണ്. എന്താണെന്ന് അറിയാമോ? അവരുടെ പ്രായത്തിന് അനുയോജ്യമായ പാട്ടുകൾ നമ്മുടെ ഗാനരചയിതാക്കളോ സാഹിത്യകാരന്മാരോ സൃഷ്ടിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത്തരം പാട്ടുകൾ പാടാൻ നമ്മുടെ കൊച്ചുകുട്ടികൾ നിർബന്ധിതരാവുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ വിമർശിച്ചാൽ മതിയോ? ഇവർക്ക് വേണ്ടി പാട്ട് എഴുതി കൊടുക്കാനുള്ള ഒരു ചുമതല എനിക്കില്ലേ? ഞാൻ അങ്ങനെ തുടർന്നുള്ള എൻ്റെ പരിശ്രമങ്ങള് കുട്ടികൾക്ക് വേണ്ടി അവരുടെ പ്രായത്തിന് അനുയോജ്യമായ ചില പാട്ടുകൾ എഴുതി കൊടുക്കുന്നതിലായിരുന്നു. അതിലൊരു പാട്ടാണ് ഞാനിപ്പോൾ പാടാൻ പോകുന്നത്. ഞാൻ പാട്ട് പാടുന്ന കാലത്ത് മറ്റ് IAS കാരൊന്നും രംഗത്ത് വന്ന് പാടിയിരുന്നില്ല. ഇപ്പൊ കേരളത്തിൽ എനിക്ക് 2 എതിരാളികളുണ്ട്. ഒന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീ അയ്യപ്പൻ, മറ്റൊരാൾ നമ്മുടെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ബിശ്വാസ് മേത്ത. കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങൾ 3 IAS കാരുടെ ഒരു പ്രത്യേക ഗാനപരിപാടി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്നു, ദ സിംഗർ IAS എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പാട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പാടാൻ പോകുന്നത്. ഈ പാട്ട് ഒരു പ്രത്യേക സിനിമാ ഗാനത്തിന്റെ ഈണത്തിലാണ്. ദേവദൂതൻ എന്ന സിനിമയിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന ഗാനത്തിന്റെ ഈണത്തിലാണ് ഞാനിത് പാടുന്നത്. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങളോട്. ഞാൻ ഈ പാട്ട് പാടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? കാരണം ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാരുടെ ഹൃദയം ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്. അപ്പൊ ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയാണ്, ദയവായി ശ്രദ്ധിക്കുക.
ഒറിജിനൽ പാട്ടിന്റെ 4 വരികൾ പാടിയതിനു ശേഷം ഞാൻ എഴുതിയ കൊച്ചു പിള്ളേരുടെ പാട്ട് പാടാം. ഓക്കെ, എല്ലാരും എഗ്രി ചെയ്തല്ലോ? പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ താഴോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ? ഓ ഓ എന്താ കൈയടിക്കാത്തത്? ഓക്കെ, താങ്ക് യു. ഈ ഗാനത്തിന്റെ ഈണത്തിലാണ് ഞാൻ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി എഴുതിയ പാട്ട്. ഞാൻ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി എഴുതിയ പാട്ടിന്റെ വിഷയം എന്താണെന്നോ? എല്ലാവർക്കും പരിചയമുള്ള വിഷയമാണ്. മിൽമ പാലിനെ പറ്റിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ പാട്ട് എഴുതുമ്പോൾ മിൽമ പാലിന്റെ വില ഒരു കവറിന് 7 രൂപയായിരുന്നു. ഇപ്പൊ 9 രൂപയോ 9 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇത് തിരുത്താൻ പോയിട്ടില്ല. ശരി, ഞാൻ എഴുതിയ പാട്ട് വളരെ സിമ്പിളാണ്. പാലേ പാലേ മിൽമ പാലേ, വിലയൽപ്പം കൂടുതലല്ലേ, കവറൊന്നിന് 7.5 രൂപ അധികം അല്ലേ. പണ്ടേ പണ്ടേ പാലിതിനൽപ്പം വില കൂടുതലാണറിയില്ലേ, കവറൊന്നിന് 7.5 രൂപ അധികം അല്ല. ഇത് വെറുമൊരു പാലല്ല, ഗുണമുള്ളൊരു പാലല്ലോ, അതിരാവിലെ ബുദ്ധി തള്ളല്ലോ. ഓ തീർന്നില്ല. പാലുകൾ പല പല രൂപത്തിൽ വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ. കള്ളമിയെന്നൊരു പാലല്ലിതിലോ ഇല്ല വെള്ളം. കുട്ടികൾ സ്ത്രീകൾ വയസ്സന്മാർക്കിഷ്ടമിയെന്നൊരു പാലല്ലോ, കട്ടുകുടിക്കാൻ പോലും തോന്നും കട്ടിപ്പാലാ. ആരിവൾ മിൽമയോ ധവള സൗന്ദര്യമോ, ആരിവൾ മിൽമയോ ധവള സൗന്ദര്യമോ, പാലെന്നാൽ മിൽമ ഇത് നാടിനഭിമാനം. ഓ ഓ തീർന്നില്ല. നേരം പരപര പുലരുമ്പോൾ രാവിലെ പോകും പാൽ വാങ്ങാൻ, പാലും വാങ്ങി മടങ്ങി വരുമ്പോൾ എന്തൊരു മോദം. കട്ടൻ കാപ്പിയിൽ അല്പാൽപ്പം കട്ടിപ്പാലിത് ചേർക്കുമ്പോൾ കുട്ടികൾ പോലും ചൊല്ലും അച്ഛാ അല്പം തായോ. പാലിത് നല്ലതാ, ഏതിനും നല്ലതാ, ആർക്കും പോയി വാങ്ങാം, പാൽപായസമുണ്ടാക്കാം. ഓ ഓ പാലേ പാലേ മിൽമ പാലേ, വിലയൽപ്പം കൂടുതലല്ലേ, കവറൊന്നിന് 7.5 രൂപ അധികം അല്ല. ഇത് വെറുമൊരു പാലല്ല, ഗുണമുള്ളൊരു പാലല്ലോ, അതിരാവിലെ ബുദ്ധി തള്ളല്ലോ. ഓ മലയാളത്തിൽ ഏതെങ്കിലും